ഹായ്, ഞാനിപ്പോൾ ഉള്ളത് എന്റെ നാട്ടിൽ തന്നെയുള്ള വേവ്ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിലാണ് കേട്ടോ. മക്കളെ കൊണ്ടൊക്കെ വെക്കേഷൻ അടിച്ചു പൊളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ പാർക്ക് വരുന്നത് പെരുവള്ളൂർ കൊല്ലഞ്ചേരിയാണ് കേട്ടോ. അപ്പൊ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും പോയിട്ട് ഈ വെക്കേഷനിൽ അടിച്ചു പൊളിച്ചോളിട്ടാ. കുറഞ്ഞ ചെലവിൽ മക്കളെയും കൊണ്ടൊക്കെ നല്ല എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാർക്കാണ് വേവ്ലാൻഡ് കേട്ടോ. അപ്പൊ നമുക്കുണ്ടല്ലോ ഇതിനുള്ളിൽ പോയിട്ട് അടിച്ചു പൊളിക്കുന്നു. അപ്പൊ വരി നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടാ വന്നിട്ടുള്ള കേട്ടോ. പൂളിലൊക്കെ ചാടണം. അപ്പൊ നമ്മൾ വേവ്ലാൻഡ് പാർക്കിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നല്ല വ്യൂ പോയിന്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് നമ്മളെ വേവ്ലാൻഡ് പാർക്ക് കേട്ടോ. അപ്പൊ ഇവിടെ 3 വയസ്സിന് മേലേക്കാണ് കേട്ടോ എൻട്രി ടിക്കറ്റ് വരുന്നത്. വെറും 30 രൂപ ഉള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഒരാൾക്ക് ഫുൾ പാക്കേജ് പറയുന്നത് വെറും 490 രൂപക്ക് സിപ്പ് ലൈൻ ഒഴികെ എല്ലാത്തിലും നമുക്ക് കയറി എൻജോയ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഫസ്റ്റിലെ റൈഡ് തന്നെ ഞങ്ങള് ഊമ്പർ കാറിലാണ്. ഞാനും ഷിപ്പും കൂടെ തന്നെ അവിടെ ഇക്കും കുഞ്ഞുക്കും കൂടെ തന്നെ ഏതായാലും സ്റ്റാർട്ടാക്കാൻ പോകുന്നു. അപ്പൊ ഫസ്റ്റിലെ റൈഡ് കഴിഞ്ഞിട്ടാ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ശിവ പൊന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റേ നമ്മള് സ്പീഡില്ല, നല്ല പേടിയില്ലാണ്ട് പോകാൻ പറ്റില്ല. പേടിയില്ലാണ്ട് നല്ല എൻജോയ്മെന്റ് ചെയ്തു. അങ്ങനെ കുട്ടികളുടെ കൂടെ തോണിയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിക്കുന്നിട്ടാ. അപ്പൊ ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ ആണ്. അതേപോലെ തന്നെ ഏക്കർ കണക്കിലാണ് കേട്ടോ ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാല് പുതിയ പുതിയ അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പാർക്ക് ഇവിടെ 3 വർഷമായിട്ടാ തുടങ്ങിയിട്ട്. പക്ഷെ അന്ന് വന്നവര് ഇന്നും അങ്ങനെ തന്നെയാണെന്നൊന്നും വിചാരിക്കണ്ട. ഇവിടെ ഇപ്പെന്ന് വെച്ചാല് സ്ഥലം ഇല്ലാണ്ടായിരിക്കണം ഓരോ ആക്ടിവിറ്റീസും കാര്യങ്ങളും വന്നിട്ടിട്ടാ. അപ്പൊ ഒരു വീണ്ടും ഇതുപോലെ തന്നെ ഓണം, വിഷു, പെരുന്നാൾ ഇങ്ങനെയൊക്കെ ഓരോന്നും വരുമ്പോ അപ്പൊ പുതിയ പുതിയ അപ്ഡേഷൻ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇപ്പൊ സിപ്പ് ലൈനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്.
അപ്പോ കാളന്റെ മേലെ കയറിയപ്പോഴത്തെ കാള ഒന്ന് തള്ളിയിട്ടിക്കണ് കേട്ടാ. ഷോൾ കയറിയപ്പോത്തിന് വീണിക്കണ്. അപ്പൊ പിന്നെ ഒന്നും കൂടെ അതാ കയറി കറങ്ങാണ് കേട്ടാ. കറങ്ങിക്കാണ്ട് കാള അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് ഏതായാലും കയറിയല്ല ഫുള്ള് തലയൊക്കെ കുലുക്കിക്കാണ്ടുണ്ടല്ലോ തള്ളി അങ്ങോട്ട് ഇടും. അതാ പൊന്നു വീഴാൻ പോയിട്ടാ. അപ്പൊ വീഴുള്ളൂ. ആ രണ്ടാമത്തെ മറി വീണ്. ഇതാണ് എന്തോ രസമായിരുന്ന കണ്ട് കുറേ ചിരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ മ്യൂസിക് ഇട്ട കാരണേ നമ്മളെ ചാനലിൽ കോപ്പിറൈറ്റ് വരും പറഞ്ഞിട്ട് പിന്നെ ഒന്നൊരു ക്ലാരിറ്റി ഇല്ല. ഒന്നായിട്ട് സൗണ്ട് വന്നിട്ടേ അത് കാരണം ഞാൻ ചിലയിടത്തൊക്കെ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുകയാണ് കേട്ടാ. ഇനിയിപ്പം നമ്മൾ സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടി പോവട്ടാ. ഇതും നമ്മളുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഏറെക്കുറെയൊക്കെ എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടാ. അപ്പോൾ എന്താ പറയാ നമ്മളൊന്ന് കയറി നോക്കട്ടെ കേട്ടാ. എന്തായാലും വലിയ പേടിയൊന്നുമില്ല കാരണം അത്ര ദൂരമൊന്നുമില്ല. എന്നാലും പുതിയതാണ് കേട്ടോ അവിടെ. അപ്പൊ അതൊക്കെ ഇപ്രാവശ്യം വന്നതാ അത്രേ അപ്പൊ ഈ പെരുന്നാൾക്ക്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കയറി നോക്കാൻ തോന്നി. അത് കാരണം ഞാനും പൊന്നൂസും ഷിബുവാണ് കേട്ടോ കയറണത്. ഇക്കാക്ക് പിന്നെ ഒരു വിധമൊക്കെ പേടി ആളില്ല കേട്ടാ. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് വലിയവരൊന്നും പോകില്ലായിരുന്നു. അപ്പൊ വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും സിപ്പ് ലൈനിലും സൈക്കിളിലും എല്ലാത്തിലും പോവാട്ടാ. അപ്പൊ സൈക്കിളിൽ ഞാൻ കയറുന്നില്ല. സൈക്കിളിൽ മക്കളെ കയറ്റാം നമുക്ക്. അപ്പൊ ദാ ഷിപ്പുതാ പോണ്. വെക്കേഷൻ അടിച്ചു പൊളിച്ച് ഒന്നും പറയാനില്ല. ആദ്യമായിട്ടാണ് ചെയ്യണേ. ആദ്യം പേടില്ല, എനിക്ക് പേടില്ല. ഞാനും ഫസ്റ്റ് ടൈമിലാണ്. അപ്പൊ അങ്ങനെ സിപ്ലൈനിലൊക്കെ കയറി വന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഇതിപ്പോ വന്നതാണ് പുതിയതായിട്ട് കേട്ടാ. അപ്പൊ ഞങ്ങള് ഇതൊക്കെ കയറി എൻജോയ്മെന്റ് ചെയ്യണം. ഈ വെക്കേഷൻ ഉണ്ടല്ലോ നമ്മളെ വേവ്ലാൻഡിന്റെ കൂടെ ഇങ്ങോട്ട് അടിച്ചു പൊളിക്കാൻ കേട്ടോ. അപ്പൊ എല്ലാരും വന്നോളി. ഒരുപാട് നല്ല ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വന്നാലും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്കാണ് നമ്മളെ വേവ്ലാൻഡ് പാർക്ക് കേട്ടാ. ഞാൻ വിളിച്ചപ്പോ ഇങ്ങോട്ടൊക്കെ പോരാൻ മടിയില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ എത്തിയപ്പോ എങ്ങനെയുണ്ട്? ഇത് പോവാൻ തോന്നുന്നില്ല. സിപ്ലൈനിൽ കയറിയിട്ടേനി അത് കയറാൻ പറ്റി. ഇനി നമ്മള് രാത്രി ലേറ്റ് കിട്ടാണ്ട് ആ സൈക്കിളിലും കയറും. കാണിച്ചെടുക്കി അവധിലൊന്നും കയറാൻ പറ്റില്ലേ. ഈ ഏരിയക്ക് വന്ന കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കറങ്ങുന്ന ഊഞ്ഞാല്, ഹെലികോപ്റ്റർ, ബൈക്ക്, ജീപ്പ്, ഇങ്ങനെയുള്ള ഐറ്റംസ്, വണ്ടി ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് അവിടെ.
നല്ല കാലൊക്കെ മസാജ് ഇട്ടിട്ടുണ്ട്, മീനുകളൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഇതൊക്കെ എൻ്റെ ആദ്യ എക്സ്പീരിയൻസ് ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഇനൊന്നും പറയല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ ഇല്ല. ഏത് സമയത്താണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും ആണുങ്ങൾക്കാണെങ്കിലും നിസ്കരിക്കാനും ഫ്രഷ് ആവാനായാലും എല്ലാം ഉണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ ഇനിയിപ്പോൾ നനഞ്ഞ് മാറ്റണം എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും ഒക്കെ പ്രത്യേക തരം തിരിച്ചിട്ടുണ്ട്. പിന്നെ പൂളാണെങ്കിൽ അവിടെ 3 ആയിട്ടുള്ളത്. അതിൽ വലിയ പൂളാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് കേട്ടോ. അതിൽ വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കളിക്കാം. പിന്നെ അതാ നമ്മൾ അവസാനമായിട്ട് പെറ്റ്സിൻ്റെ അടുക്ക് പോയിട്ടുണ്ട്, പെറ്റ്സ് പാർക്കിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർ തത്തമ്മയും പൂച്ച അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. അതിപ്പോൾ ഇതും കൂടെ ഒന്ന് കണ്ടുനോക്കി. ഇത് കണ്ടിട്ട് പിന്നെ അവസാനം നമ്മൾ വിശാലായിട്ടൊന്ന് സ്വിമ്മിംഗ് പൂളിലൂടെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഒരുപാട് പലവിധം പെറ്റ്സുകൾ ഉണ്ട് ഇവിടെ. പല തത്തകള്, കുറേ ഇനം തത്തകള് നല്ല സൈലന്റ് ആയിട്ട് കിടക്കുകയാണ് എല്ലാരും. തത്ത വലിയ തത്ത. ഇപ്പൊ അടിപൊളിട്ടാ. പൊന്നാണിട്ടാ പോണത്. ഞങ്ങൾ അവിടുന്ന് വന്നപ്പോ ഇതിനൊക്കെ ആള് കേറി പോണുണ്ട്. ശിവുതാ വരുന്നു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? നമ്മള് പക്ഷെ ഇങ്ങനെ കുടിക്കാണ്ട് കുറച്ച് തരത്തിൽ നോക്കണം. സൈക്കിളോട്ടാ അതൊക്കെ ഞാൻ കയറിയാലേ കറക്റ്റാവും. അടിപൊളിയല്ലേ? എന്തായാലും അടിച്ചു പൊളിച്ചില്ലേ ഇപ്പൊ? ആ ട്രെയിനിൽ കയറാണ്ട്. അതെ അതെ, ഞങ്ങള് കയറണ്ടേ? അതിലൂടെ കയറിയാൽ ഫിനിഷിങ്. ഒരു ട്രെയിൻ യാത്രയും കൂടി. അതെ, അതും കൂടി കഴിഞ്ഞാൽ പൂളില് കഴിഞ്ഞാല് ഫിനിഷിങ് ആയി. പറയല്ല, അടിപൊളിയാണ് കേട്ടോ. പാർക്കില് നമ്മള് വന്നിട്ടില്ല, ആദ്യമായിട്ടാണല്ലേ നമ്മളെ വേവിലാൻഡ് പാർക്ക്. അടിപൊളിയാണ്, ഒന്നും പറയല്ലോ. ഇവിടെ ഉള്ള ഒരു ആക്ടിവിറ്റീസുകൾ ഉണ്ടല്ലോ, കണ്ടറിയണം. കുറേയുണ്ട്, കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും. ഇപ്പം കൊല്ലും. പിന്നെ ട്രെയിനിൽ മാത്രല്ല, അവരപ്പോഴും പൂള് ഓടിക്കും.
ഷിബു, അപ്പൊ നമ്മളെ വേവ്ലാൻഡ് പാർക്കിൽ പോയി അടിച്ചു പൊളിച്ചില്ലേ? എന്തായാലും സന്തോഷമായില്ല എനിക്ക്. എന്റെ ഒരു അനുഭവം പറഞ്ഞ. ഇതായിട്ട് സിപ്പ് ലൈനിൽ കയറാൻ പറ്റിയിട്ടില്ല ഇനി. ആ. അതില് കയറാൻ പറ്റിയ സൈക്ലിങ്ങിലും കയറി, പിന്നെ ആ 3Dന്റെ വിഷ്വലിലും കയറി, പിന്നെ ആ ബൂമർ കാറിലും കയറി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ വലിയ സ്വിമ്മിംഗ് പൂളിൽ കയറിയതാണ്. ഇപ്പൊ പുതിയതായിട്ട് വന്നേ. ആ, കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മളുടെ സന്തോഷം. അപ്പൊ ചെറിയൊരു എമൗണ്ടില് ഇത്രയും അധികം റേറ്റിൽ കയറാന്ന് പറ്റിയെന്ന് മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ അല്ലേ. അപ്പൊ നിങ്ങൾ ഈ ഒരു വെക്കേഷനിൽ പോയിട്ട് നമ്മളെ വേവ്ലാൻഡിന്റെ കൂടെ അടിച്ച് പൊളിച്ചോളിട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞൊരു ചായയും ചട്ടിപ്പത്തിരി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ 9:45. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കട്ടെ എല്ലാവർക്കും.